നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട ലുഫ്താൻസ വിമാനം തിരിച്ചു പറന്നു. ബോംബ് ഭീഷണിയെ തുടർന്നാണ് വിമാനം തിരിച്ചു പറന്നത്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നായിരുന്നു ഹൈദരാബാദിലേക്ക് വിമാനം പുറപ്പെട്ടത്. പറന്നുയർന്നതിന് 2 മണിക്കൂർ പിന്നിട്ടപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി സന്ദേശം വന്നത്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു വിമാനം പറന്നത്. പ്രാദേശിക സമയം 2:15 LH752 ടേക്ക് ഓഫ് ചെയ്തത്. തിങ്കളാഴ്ച പുലർച്ചെ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു വിമാനം ഇറങ്ങേണ്ടിയിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു ബോംബ് ഭീഷണി നിലവിൽ നിന്നതുകൊണ്ട് തന്നെ വിമാനം ഈ വിമാനത്താവളത്തിൽ ഇറക്കാൻ അനുവാദം നൽകിയില്ല. ഹൈദരാബാദിൽ ഇറങ്ങാൻ അനുമതി നിഷേധിക്കപ്പെട്ടു. ഇതേ തുടർന്നാണ് വിമാനം മടങ്ങുന്ന സാഹചര്യമുണ്ടായത്. ലുഫ്താൻസ വാർത്താ ഏജൻസിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിമാനം വൈകിട്ട് 5:30 ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ ഇറങ്ങി. എന്തായാലും സംഭവത്തെക്കുറിച്ച് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ലുഫ്താൻസയാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും വിമാന സർവീസ് ഇന്നത്തേക്ക് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല യാത്രക്കാർക്ക് താമസ സൗകര്യം അടക്കം ഒരുക്കി നൽകി എന്നതടക്കമുള്ള പ്രതികരണം യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ അമ്മയെ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു ഇവർ ജർമ്മനിയിൽ നിന്നും. പക്ഷേ ഹൈദരാബാദിൽ വിമാനം ഇറങ്ങാതായതോടെ യാത്രക്കാർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വന്നത്. വിമാനം ഹൈദരാബാദിൽ ഇറക്കാൻ അനുമതി കിട്ടിയില്ലെന്നും ഇതേ വിമാനത്തിൽ ഇന്ന് രാവിലെ 10 മണിയോടെ യാത്ര പുറപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഇന്ന് വിമാനം ഹൈദരാബാദിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. എന്തായാലും ബോംബ് ഭീഷണിയെ തുടർന്നാണ് ഹൈദരാബാദിൽ ഇറക്കേണ്ട എന്നൊരു നിർദ്ദേശം, അതായത് ഇറക്കാനുള്ള ഒരു അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ വിമാനങ്ങളുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു ഗൗരവം തന്നെയാണ് പുലർത്തുന്നത് അധികൃതർ. എന്തായാലും ഈ ബോംബ് ഭീഷണി തീർച്ചയായിട്ടും നിരവധി പ്രാവശ്യം ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിൽ ഒരുപാട് ബോംബ് ഭീഷണികൾ, വ്യാജ ബോംബ് ഭീഷണികൾ അടക്കം വിമാനങ്ങൾക്കുണ്ടാകുന്ന സംഭവങ്ങൾ നമ്മൾ തുടരെ കേൾക്കുന്നുണ്ട്. തക്കതായ ശിക്ഷ നൽകിയാൽ മാത്രമേ ഈ ഒരു സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തടയാൻ സാധിക്കുകയുള്ളൂ. ഹൈദരാബാദിൽ ഇറങ്ങുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. ബോയിങ് 787-9 ഡ്രീംലൈനർ വിമാനമാണെന്നാണ് വെബ്സൈറ്റിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അതല്ല, ഹൈദരാബാദിൽ ഇറങ്ങാൻ തങ്ങൾക്ക് അനുമതി ലഭിച്ചില്ലെന്നും അതുകൊണ്ടാണ് വിമാനം യൂടേൺ എടുത്ത് തിരിച്ചു പോയതെന്നും ലുഫ്താൻസ എയർലൈൻസ് വ്യക്തമാക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് പുറത്തായിരിക്കെ ബോംബ് ഭീഷണിയിൽ കിട്ടിയതിനാൽ വിമാനം ജർമ്മനിയിലേക്ക് തിരിച്ചു പോയത് എന്തായാലും മികച്ച തീരുമാനമെന്ന ഒരു വിലയിരുത്തലുമുണ്ട്. എന്തായാലും ഹൈദരാബാദ് വിമാനത്താവളത്തിലേക്ക് അത് ഇറക്കാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തിരിച്ചു പോയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ആ യാത്രക്കാർക്ക്, ഹൈദരാബാദിൽ ഇറങ്ങേണ്ട യാത്രക്കാരുണ്ടാകുമല്ലോ, അവരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം നമുക്ക് ലുഫ്താൻസ വിമാനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നോക്കാം. 2024 നടന്നൊരു സംഭവമാണ്. സഹ പൈലറ്റ് ബോധരഹിതനായതിനെ തുടർന്ന് ലുഫ്താൻസ എയർലൈൻസ് വിമാനം 10 മിനിറ്റ് നേരം ആരും നിയന്ത്രിക്കാനില്ലാതെ ആകാശത്ത് പറക്കുന്ന സാഹചര്യമുണ്ടായി. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും സ്പെയിനിലെ സെവിലിലേക്ക് പോവുകയായിരുന്നു ലുഫ്താൻസ വിമാനം. പൈലറ്റ് ശുചിമുറിയിൽ പോയ സമയത്ത് കോക്പിറ്റിൽ വെച്ച് സഹ പൈലറ്റ് ബോധരഹിതനായി. തുടർന്ന് 10 മിനിറ്റ് നേരം പൈലറ്റിന്റെ നിയന്ത്രണത്തിലല്ലാതെ എയർബസ് A321 വിമാനം പറന്നു. സഹ പൈലറ്റ് അബോധാവസ്ഥയിലായ സമയത്ത് വിമാനം ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറി. അതുകൊണ്ട് വൻ അപകടമാണ് ഒഴിവായത്. എന്തായാലും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കിനി അഹമ്മദാബാദിലെ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വാർത്തകൾ കൂടി വിശദമായി നോക്കാം. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന ആളുകൾ മരിക്കാനിടയായ അപകടമുണ്ടായത് വിമാനത്തിന്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതിനാലാണെന്ന നിഗമനവുമായി വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ സ്റ്റീവ് റാം എയർ ടർബൻ, അതായത് റാറ്റ് വിമാനത്തിന് പുറത്തേക്ക് വന്നത് ഇതാണ് തെളിയിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ വൈദ്യുതി സ്രോതസ്സുകളും പ്രവർത്തനരഹിതമാകുമ്പോഴാണ് വിമാനത്തിന്റെ അടിയിൽ നിന്ന് റാറ്റ് തനിയെ പുറത്തേക്ക് വരുന്നത് എന്നാണ് ഈ വിദഗ്ധൻ വ്യക്തമാക്കുന്നത്. റാറ്റ് പ്രവർത്തിച്ച് തുടങ്ങണമെങ്കിൽ ജനറേറ്ററും APUവും ബാറ്ററികളും തകരാറിലാകണം. വൈദ്യുതി നിലയ്ക്കാൻ എഞ്ചിൻ തകരാറിലാകണമെന്നില്ല. എഞ്ചിനുകളെ ജനറേറ്ററുകളുമായി ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളിൽ തകരാറുണ്ടായാലും ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള നിഗമനത്തിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണതിന്റെ ചില കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് വൈദ്യുതി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിറകിലെ ഫ്ലാപ്പുകൾ ശരിയായി ക്രമീകരിക്കാത്തതാകാം, ടേക്ക് ഓഫ് സമയത്ത് ഗിയറിന് പകരം ഫ്ലാപ്പ് ലിവർ തെറ്റായി ഉയർത്തിയതാകാം. ഇതിലേതായിരിക്കാം സാധ്യത? ഇതിൽ ആദ്യത്തേതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് വൈദ്യുതി നഷ്ടപ്പെട്ടതുകൊണ്ട് അപകടം സംഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്.
ഈ റാറ്റ് സ്ഥിതി ചെയ്യുന്നത് വിമാനത്തിന്റെ ചിറകിന്റെ പുറകിലായി വലതുവശത്താണ്. അപകട സൂചന കിട്ടിയാൽ വിമാനത്തിന് ഇലക്ട്രിക് ഹൈഡ്രോളിക് പവർ നൽകുന്നത് ഈ റാറ്റ് ആണ്. വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നുള്ള പവർ സ്വീകരിക്കുന്ന വൈദ്യുതി സംവിധാനങ്ങളെല്ലാം തകരാറിലാകും. മാത്രമല്ല ചെറു ജനറേറ്ററും ബാറ്ററി യൂണിറ്റും പ്രവർത്തനരഹിതമാവുകയും ചെയ്താൽ റാറ്റ് തനിയെ പ്രവർത്തിക്കും എന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പവറും ഇല്ലാത്തപ്പോൾ ഓണാകുന്ന സംവിധാനമാണ് റാറ്റ്. സാധാരണ നിലയിൽ ടേക്ക് ഓഫ് സമയത്ത് റാറ്റ് പുറത്തേക്ക് വരാറില്ല. വൈദ്യുതി സംവിധാനങ്ങളെല്ലാം നിലയ്ക്കുമ്പോൾ റാറ്റ് തനിയെ പുറത്തു വരും. കാറ്റിൽ കറങ്ങിയാണ് റാറ്റ് പ്രവർത്തിക്കുന്നത്. ഇത് പ്രവർത്തിക്കുമ്പോൾ വലിയ ശബ്ദമുണ്ടാകും. റാറ്റ് പ്രവർത്തിക്കാതാകണമെങ്കിൽ ജനറേറ്ററും APUവും ബാറ്ററികളും പ്രവർത്തിക്കാതെയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള വൈദ്യുതി മാത്രമേ റാറ്റിന് നൽകാനാകൂ. മറ്റു വിമാനങ്ങളിലേതുപോലെ പൈലറ്റുമാർ വിചാരിച്ചാൽ ഡ്രീം ലൈനർ വിമാനത്തിലെ റാറ്റ് സംവിധാനം ഓണാക്കാൻ സാധിക്കില്ല. അപകടഘട്ടത്തിൽ തനിയെ ഓണാകുകയാണ് ചെയ്യുന്നത്. വൈദ്യുതി സംവിധാനങ്ങളെല്ലാം തകരാറിലായി എന്നാണ് റാറ്റ് പുറത്തേക്ക് വന്നാലുള്ള അർത്ഥം. റാറ്റ് പ്രവർത്തിച്ചാലും വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല എന്നതടക്കമുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ പല വിദഗ്ധന്മാരും ചൂണ്ടിക്കാട്ടിയതാണ് മറ്റെന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിച്ചതും റാറ്റ് പുറത്തേക്ക് വന്നതായി വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന അവ്യക്തമായ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഒരു വിശദീകരണം അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകും. അതിനായി കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.